കാസർഗോഡ് മഞ്ചേശ്വരത്ത് അമ്മയെ കൊലപ്പെടുത്തിയ പ്രതി പിടിയിൽ. പ്രതി മെൽവിൻ മൊന്തേരയാണ് പിടിയിലായത്. മെൽവിനെ പിടികൂടിയത് ഉടുപ്പി കുന്താപുരയിൽ വെച്ചാണ്. ഓർക്കാടി നരങ്കി സ്വദേശി ഹിൽഡ മൊന്തേരയാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, കഴിഞ്ഞ ദിവസം രാത്രിയാണ് അമ്മയെ ഹിൽഡ മൊന്തേരയെ കൊലപ്പെടുത്തിയെന്നുള്ള വിവരങ്ങളാണ്, തീ കൊളുത്തി കൊന്നെന്നുള്ള വിവരങ്ങളാണ് നേരത്തെ അറിയാൻ കഴിഞ്ഞത്. ഇയാളെപ്പോൾ എവിടെ നിന്നാണ് പിടികൂടിയത്? മറ്റു കാര്യങ്ങൾ എന്താണ്? സിജു, മഞ്ചേശ്വരത്ത് അമ്മയെ കൊലപ്പെടുത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയിരിക്കുകയാണ്. മഞ്ചേശ്വരം പോലീസാണ് നിലവിൽ പ്രതിയെ പിടികൂടിയിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഉടുപ്പി കുന്താപുരയിൽ വെച്ചാണ് പ്രതി മെൽവിൻ മൊന്തേരയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം പ്രതി ഏതാണ്ട് 200 കിലോമീറ്ററോളം യാത്ര ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സമയം അത്രയും പോലീസ് ഫോൺ ടവർ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് പ്രതിയെ പിടികൂടുകയായിരുന്നു. പ്രതിക്ക് പിന്നാലെ തന്നെ പോലീസ് ഉണ്ടായിരുന്നു. മണിക്കൂറുകൾക്കകം പോലീസിന് ആ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ കൊലപാതകത്തിന് പിന്നാലെ തന്നെ ആദ്യം ഒരു ബൈക്കിൽ കയറി പുറത്തേക്കെത്തി. അതിനുശേഷം ഓട്ടോറിക്ഷയിൽ കയറി ഹൊസങ്കടി ജംഗ്ഷനിലെത്തിയ ശേഷം മംഗലാപുരം ഭാഗത്തേക്ക് പ്രതി രക്ഷപ്പെട്ടു എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കർണാടക കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ പോലീസ് ആരംഭിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ ഓർക്കാടി നല്ലങ്കിയിലാണ് നാടിനെ നടുക്കിയ സംഭവം നടന്നത്. വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 60 വയസ്സുകാരിയായ ഹിൽഡ മൊന്തേരയെ മകൻ മെൽവിൻ മൊന്തേര പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം അമ്മയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള അയൽവാസി ബന്ധു കൂടിയായ ലോലിത്തയെ വിളിച്ചു വരുത്തി. ഇവരെയും മർദ്ദിച്ച് തീ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഗുരുതരമായി പൊള്ളലേറ്റ ലോലിത്തെ രക്ഷപ്പെടാൻ അയൽവാസിയുടെ വീട്ടിലെത്തിയ സമയത്താണ് നാട്ടുകാർ ഇത്തരമൊരു ദാരുണമായ സംഭവം നടന്ന വിവരമറിഞ്ഞത്. തുടർന്ന് നാട്ടുകാർ വീട്ടിലെത്തുന്നതിന് മുമ്പാണ് വീട് പൂട്ടി പ്രതി രക്ഷപ്പെട്ടത്. തുടർന്ന് മഞ്ചേശ്വരം പോലീസ് നാട്ടുകാർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ വീടിന്റെ തൊട്ടടുത്തുള്ള പറമ്പിൽ കത്തിക്കുന്ന നിലയിൽ ഹിൽഡയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മർദ്ദനത്തിന് ശേഷമാണ് ഹിൽഡയെ തീ കൊളുത്തിയതെന്നാണ് സംശയിക്കുന്നത്. മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളും വീടിനകത്തും പരിസരത്തും രക്തക്കറകളും ഇൻക്വസ്റ്റ് നടപടിക്കിടെ കണ്ടെത്തിയിരുന്നു. വളരെ ഊർജിതമായ അന്വേഷണമാണ് ഇതിന് പിന്നാലെ പോലീസ് നടത്തിയത്. മണിക്കൂറുകൾക്കകം ആ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും കൊലപാതക കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. അത്തരം വിവരങ്ങൾ കൂടി അവരെ മണിക്കൂറിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീട്ടിനുള്ളിൽ വെച്ച് അമ്മയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം പുറത്തു കൊണ്ടുപോയി കത്തിച്ചതാകാമെന്നാണ് പ്രാഥമികമായ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. ഇല്ലെങ്കിൽ ഈ പുറത്ത് വെച്ച് അമ്മയെ തീ കൊളുത്തുന്ന സമയത്ത് സ്വാഭാവികമായും പ്രദേശവാസികൾ, അയൽക്കാരൊക്കെ ഈ ബഹളം കേട്ട് എത്തേണ്ടതായിരുന്നു. പോലീസ് എന്തെങ്കിലും തരത്തിലുള്ള മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട? പോലീസ് ഇപ്പോൾ നൽകുന്ന പ്രാഥമിക വിവരം അങ്ങനെ തന്നെയാണ്. വീട്ടിനകത്ത് വെച്ച് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അമ്മയെ മർദ്ദിക്കുകയും ആ വീട്ടിനകത്ത് നിന്ന് പിന്നീട് പുറത്തേക്ക് എത്തിച്ചതിന് ശേഷം തീ കൊളുത്തി എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കൃത്യമായ അന്വേഷണം പോലീസ് നടത്തി വരികയാണ്. മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ വീടിൽ നിന്ന് ഒരു 30 മീറ്റർ മാറി തൊട്ടടുത്തുള്ള പറമ്പിലാണ് ഉണ്ടായിരുന്നത്. ഈ കൊലപാതക ശേഷമാണ് തൊട്ടടുത്തുള്ള ബന്ധുവായ ലോറിത്തയെ വിളിച്ചു വരുന്നത്. ഇവരോട് പറയുന്നത് അമ്മയ്ക്ക് അസുഖമാണ് എന്നാണ്. അമ്മയ്ക്ക് അസുഖമാണ് എന്ന് പറഞ്ഞ് ഇവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഇവരെയും മർദ്ദിച്ചു. അതിനുശേഷം പെട്രോൾ ഒഴിച്ച് ഇവരെയും തീ കൊളുത്താൻ ശ്രമിച്ചു. അവിടെ നിന്ന് ഇവർ രക്ഷപ്പെട്ടു വന്നപ്പോഴാണ് ഈ ദാരുണമായ സംഭവത്തിന്റെ വിവരങ്ങൾ നാട്ടുകാർ അറിയുന്നത്.